ഹായ് എവ്രി വൺ. ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ ക്ലാസ് 8 മാത്തമാറ്റിക്സ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ക്ലാസ് 8ൻ്റെ BSOൻ്റെ മാത്തമാറ്റിക്സ് സിലബസിൽ നമുക്ക് 10 ടോപ്പിക്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. നമുക്ക് ആ ഒരു മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പാരലൽ ലൈൻസ്, നെക്സ്റ്റ് വൺ ഇസ് റേഷ്യോ, തേർഡ് വൺ ഇസ് മണി മാത്ത് ആൻഡ് ഫോർത്ത് വൺ ഇസ് നമ്പേഴ്സ്. ഫിഫ്ത്ത് ടോപ്പിക് വരുന്നത് അൾജിബ്രയാണ്. സിക്സ്ത് ടോപ്പിക് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്. സെവൻത്ത് ടോപ്പിക് റൈറ്റ് ട്രയാങ്കിൾസ്. എയ്ത്ത് ടോപ്പിക് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. നയൻത്ത് ടോപ്പിക് അൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് ആൻഡ് 10th ടോപ്പിക് പോളിഗൺസ്. ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് മെയിനായിട്ട് അതിനകത്തുള്ള കൺസെപ്റ്റ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ടോപ്പിക് പാരലൽ ലൈൻസ് ആണ്. നമുക്ക് പാരലൽ ലൈൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. അതുപോലെ പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ സെർട്ടൻ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. റിലേഷൻ എന്ന് പറയുന്നത് നമുക്കവിടെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഫോം ചെയ്യും, ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഫോം ചെയ്യും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോം ചെയ്യും. ആൻഡ് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, സപ്ലിമെൻ്ററി ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് അവിടെയുണ്ട്. ഇതെല്ലാം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ റിലേഷൻഷിപ്പ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോൾ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്താലും അവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടാവും. അതുപോലെയുള്ള ബേസിക് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആംഗിൾസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ റേഷ്യോ ബേസിക് ആയിട്ട് റേഷ്യോയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകൾ എന്താണ്. റേഷ്യോ എന്നറിയണം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന് അറിയണം. അതിൽ യൂണിറ്ററി മെത്തേഡ്, നമുക്കിപ്പോൾ വേർഡ് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ യൂണിറ്ററി മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് റേഷ്യോനെയും ഈ കൺസെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനൊരു റേഷ്യോൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും കൂടുതൽ നമുക്ക് ചോദിക്കുക. നമ്മളതിനെ പെർസെൻറ്റേജിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ക്ലാസ് 8ൻ്റെ തേർഡ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് മണി മാത്ത്. നമ്മൾ മോണിറ്ററി വാല്യൂസ്, മണി, റുപ്പീസ്, പൈസ വെച്ചിട്ട് ഉള്ള കാൽക്കുലേഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ബേസിക് ഓപ്പറേഷൻസ് മണി വെച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ പൈസയും റുപ്പിയും കൺവേർഷൻ അറിയണം. 100 പൈസയാണ് 1 റുപ്പി എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കറിയണം. അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് ഉണ്ടാവും. ആൻഡ് ദെൻ ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഫ്രാക്ഷനും ഡെസിമലും പെർസെൻറ്റേജും ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇത്ര പെർസെൻറ്റേജ് ഓഫ്, ഇപ്പോൾ സപ്പോസ് 50% ഓഫ് 50,000 റുപ്പീസ്, അങ്ങനെ നമുക്കത് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലംസ് തരുമ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷനും ഡെസിമലും പെർസെൻറ്റേജ് എല്ലാം അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. എല്ലാം കൂടി ഒന്ന് ഇൻവോൾവ് ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് റിയൽ ലൈഫ് സെനാരിയോസ്, മണി ഇൻക്ലൂഡ് ചെയ്യുന്ന റിയൽ ലൈഫ് സെനാരിയോസ് ഉണ്ട്, ഷോപ്പിങ്ങിൽ, ബഡ്ജറ്റിങ്. അപ്പോൾ അങ്ങനെയുള്ള സെനാരിയോ നമ്മൾ വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും മണി മാത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് അവിടെ റുപ്പീസ് ആൻഡ് പൈസ അതിൻ്റെ കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെ റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ സിറ്റുവേഷൻ തരുമ്പോൾ അതിലവിടെ ആഡ് ചെയ്യേണ്ടതുണ്ടാവും, സബ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ടാവും, ഡിവൈഡ് ചെയ്യേണ്ടതുണ്ടാവും, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം മോണിറ്ററി വാല്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഈ മണി മാത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. നമ്മൾ നമ്പർ ലൈൻ അറിഞ്ഞിരിക്കണം. നമുക്കത് അണ്ടർസ്റ്റാൻഡിങ് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചൊരു ഐഡിയ വേണം. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്നറിയണം. P/Q ഫോമിൽ എഴുതുന്നത് Pയും Qവും അവിടെ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ 2 റാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഓൾവേസ് റാഷണൽ നമ്പർ ആവുമോ, റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്തതിന് 2 റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്തതിന് അത് റാഷണൽ നമ്പർ ആവുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. ആഡ് ചെയ്താൽ റാഷണൽ നമ്പർ ആണോ, 2 റാഷണൽ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റാഷണൽ നമ്പർ ആണോ, സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് റാഷണൽ നമ്പർ ആണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ക്ലോഷർ പ്രോപ്പർട്ടി, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഓരോ ഡെസിമൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന P/Q ഫോമിലേക്ക് എഴുതാനും നമുക്കിതിൽ ചോദിക്കാം. കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഏതാണ് വലുത്, ഏതാണ് ചെറുത്. ഇത് ബേസിക്കലി റാഷണൽ നമ്പേഴ്സ് എല്ലാം ഡെസിമൽ പോയിൻറ്റ് ഫൈനൈറ്റ് ഡെസിമൽസിലേക്കും അല്ലെങ്കിൽ
ഫ്രാക്ഷൻസിലേക്കൊക്കെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഇതായിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ കമ്പാരിസൺ അറിയാമെങ്കിൽ ഒബ്വിയസ്ലി റാഷണൽ നമ്പേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസൺസും ചോദിക്കാവുന്നതാണ്. ആൻഡ് അൾജിബ്രയാണ് നെക്സ്റ്റ്. അൾജിബ്രയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വേരിയബിൾസ് എന്താണെന്ന് അറിയണം, കോൺസ്റ്റൻസ് എന്താണെന്ന് അറിയണം. ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്, അതിൽ ഓരോ വേരിയബിളിൻ്റെയും കോഎഫിഷ്യൻ്റ് എന്താണ്, ഏതൊക്കെയാണ് ബേസിക് അൾജിബ്രിക് എക്സ്പ്രഷൻസ്. ആ ബേസിക് എക്സ്പ്രഷൻസ് ഇപ്പോൾ 2x 3x 3x+1 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ എക്സ്പ്രഷൻസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇതെല്ലാം ചെയ്ത് ബിഗ്ഗർ എക്സ്പ്രഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റണം ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട്. ആൻഡ് ദെൻ ലീനിയർ വൺ വേരിയബിൾ ഉള്ള കേസിൽ എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത്, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അൾജിബ്രയിൽ. ബേസിക് അൾജിബ്രയാണ് ക്ലാസ് 8ൻ്റെ ഫസ്റ്റ് ഒരിതായിട്ട്. ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടല്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ ഇൻ വൺ വേരിയബിളും അൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് എല്ലാം ക്ലാസ് 8ൻ്റെ സിലബസിൽ തന്നെ വരുന്നുണ്ട്. ആൻഡ് ദെൻ 6th വൺ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ എയുടെയും ബിയുടെയും സ്ക്വയർ അറിയാം, വാട്ട് ഇസ് AB ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പൊണൻസിൻ്റെ സെയിം റൂൾസൊക്കെ തന്നെയായിരിക്കും ഇവിടെ സ്ക്വയറിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അപ് ടു എ ഡെസിമൽ പോയിൻറ്റ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ആ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് ദെൻ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്താണ്, സ്ക്വയർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിക്കാൻ പറ്റും. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ABC 3 നമ്പേഴ്സ് ഇൻ ദാറ്റ് ഓർഡർ. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയണമെങ്കിൽ C² = A² + B² ആവണം. C² = A² + B² ആവണം. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. ആ പൈതഗോറിയൻ ട്രിപ്ലെറ്റും ഇവിടെ സ്ക്വയറിൻ്റെ ഒരു ചാപ്റ്ററിൽ നമുക്ക് കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്നറിയണം, അതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണെന്ന് അറിയണം. റൈറ്റ് ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് പറയുന്ന പൈതഗോറസ് തിയറമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം യൂസിങ് പൈതഗോറസ് തിയറം. അതിൻ്റെ സൈഡ്സ് ഒക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, റൈറ്റ് ട്രയാങ്കിൾ ആവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് റിയൽ ലൈഫ് പ്രോബ്ലംസ് ഉണ്ട്. ആ റിയൽ ലൈഫ് പ്രോബ്ലംസും ഇവിടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് 8th വൺ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. നമ്മൾ അൾജിബ്ര ബേസിക് വേരിയബിൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണിത്. നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്, ആ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇനി ആ ഇക്വേഷനെല്ലാം കിട്ടുന്ന ഇക്വേഷനെ സിംപിളർ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഈ ലീനിയർ ഇക്വേഷൻസ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാവും. പെരിമീറ്റർ കാണാനും, കറൻസ് ഇൻവോൾവ് ചെയ്യുന്നത്, ഏജ് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ വേർഡ് പ്രോബ്ലംസ് ഈ പറയുന്ന ലീനിയർ ഇക്വേഷൻസിൻ്റെ കേസിൽ ചോദിക്കും. കാരണം നമുക്കൊരു സിറ്റുവേഷൻ തന്നാൽ അതിൽ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ അറിയണം, അല്ലേ? ഇക്വേഷൻസ് ഫോം ചെയ്ത് അത് സോൾവ് ചെയ്യാൻ അറിയണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിൾ ഒരു സൈഡ് കാണാനായിരിക്കും. ഇതെല്ലാം ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിൽ അണ്ടറിൽ വരുന്നതാണ്. ആ ഒരു സിറ്റുവേഷനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് അറിയണം. അത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ അൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് അൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. A+B², A-B², A² - B², അങ്ങനെ കുറച്ച് എക്സ്പാൻഷൻസ് നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആണ്.
അതുപോലെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള ഈസി ഫാക്ടറൈസേഷൻസ് ഉണ്ട്. ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എങ്ങനെ നമ്മൾ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കും, അതിനുശേഷം വരുന്നത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാനും ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനും ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് a+b² = a² + 2ab + b², അതുപോലെ a-b², a² - b² ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പോളിഗൺ. പോളിഗണിൻ്റെ ടൈപ്സ് ഓഫ് പോളിഗൺസ് അറിഞ്ഞിരിക്കണം. പോളിഗണിന് നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഉണ്ട്, അതിനൊരു ഫോർമുലയുണ്ട്, അതും അറിഞ്ഞിരിക്കണം. ഇനി റെഗുലർ പോളിഗണിൽ ഓരോ ഇൻറ്റീരിയർ ആംഗിളിൻ്റെയും വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ സം എത്രയാണ്, റെഗുലർ പോളിഗണിലെ 1 എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും, സം ഓഫ് ആംഗിൾസ് തന്നാൽ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ എങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ങനെ പോളിഗണിനെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ലാസ്റ്റ് ടോപ്പിക് ഇൻ ക്ലാസ് 8. നമുക്ക് 2 സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി കാണാം. A shopkeeper gives a discount of 20% on a marked price of ₹1,500. What is the selling price? ഇത് പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടും മണി മാത്തിലൊക്കെ ഇത് പെർസെൻറ്റേജ് ആയിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ആൻഡ് ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്ന പോളിഗണിൻ്റെ പോർഷനിൽ നിന്നാണ്. ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഇസ് 30 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഈ ടോപ്പിക്സൊക്കെ നന്നായിട്ട് പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. I wish all the best for everyone. Thank you.